എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തെ നമ്മൾ കാണാനായിട്ട് പോകുന്നേ അബിയെ ദേവേനി പഞ്ഞിക്കിടുന്നുണ്ട്. അബി കുറച്ച് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ട് വന്നതാണ് ദേവേനെ മനസ്സ് കീഴടക്കാനും ദേവേനെന്ന കയ്യിൽ നിന്ന് കുറച്ച് പണമൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി. പക്ഷെ അതെല്ലാം നിഷ്ഫലമായിട്ട് പോവാണ്. അവസാനം നയന സത്യങ്ങളൊക്കെ ദേവേനോട് തുറന്നു പറയാണ്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അവസാനം ജലജ അബിയോട് വന്ന് പറയാണ്, എടാ എങ്ങനെയെങ്കിലും നീ ദേവേനെ കയ്യിലെടുക്കണം. അതിനു വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. ഈ പറയുന്ന ഏട്ടത്തിക്ക് ആരാ കരള് കൊടുത്തതെന്നും അറിയത്തില്ല. നീ ഒരു പെൺകുട്ടീനെ കൊടുത്തിട്ട് അവൾ ആ കരള് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി വിശ്വസിച്ചോളൂ എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പം അബി പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കൂടാ മോനെ. ആ വകുപ്പിൽ നമുക്ക് കുറച്ച് പണം തട്ടിയെടുക്കാം. എങ്ങനെയുണ്ട് അതിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ ഇത് ഒന്ന് വർക്കായിക്കൊണ്ട് വരണ്ടേന്ന് ചോദിക്കാം. അതിനെന്താ ബുദ്ധിമുട്ട്? നീ ആദ്യം ഒരു പെൺകുട്ടീനെ കണ്ടെത്താനൊക്കെ പറയണം. അങ്ങനെ അബി അവസാനം എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. വെല്ലുമ്മയോട് തന്നെ പറഞ്ഞിട്ട് തന്നെ കാര്യം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോ താൻ പറഞ്ഞാൽ പോലും ആദർശേട്ടനോ അല്ലെങ്കിൽ വെല്ലച്ചനോ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല. കാരണം അവർക്ക് അറിഞ്ഞാലോ അവർക്ക് ആരാ കൊടുത്തതെന്നുള്ള സത്യങ്ങളൊന്നും അവർ ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ല. എല്ലാം മൂടി വെച്ചിരിക്കല്ലേ. അപ്പൊ വെല്ലുമ്മയോട് പറയാം, തൽക്കാലത്തേക്ക് ഈ കാര്യമൊന്നും ആരോടും പറയണ്ട. താൻ പെൺകുട്ടീനെ കാണിച്ചു തരാം, പുറത്താരോടും പറയേണ്ടെന്ന്. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ലോ. ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് തനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ മുക്കുകയും ചെയ്യാം. ആ ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിലുണ്ടായിരുന്നേ. ആ സമയം നയനെ ആദർശം ഭയങ്കര സന്തോഷത്തിലാണ്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഇങ്ങനെ അവസരങ്ങളൊക്കെ കിട്ടുന്നത്. പുറത്തു പോകാനാണെങ്കിലും ഒന്നിച്ചിരിക്കാനാണെങ്കിലും ദേവേന ഒരു എതിർപ്പും കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നയനയോട് ആദർശം പറഞ്ഞു, ഇതുപോലത്തെ ഒരു മുഹൂർത്തങ്ങൾ മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലോ എന്ത് രസമായിരുന്നല്ലേ. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, നമ്മുടെ എത്ര നാളുകളാണ് നമ്മൾ വെറുതെ പാഴാക്കി കളഞ്ഞ്. അത് ശരിയാ. എന്നാലും ഇപ്പോഴാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും മാറി. അമ്മയ്ക്കാണെങ്കിലും നമ്മളോട് സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയല്ലോ ആദർശേട്ടാന്ന് പറയണം. അത് ശരിയാ. അമ്മയ്ക്ക് മാത്രമല്ല, അറിയാലോ നിന്റെ നവ്യേച്ചിക്കും ഭയങ്കര മാറ്റമല്ലേ ഉണ്ടായത്. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അത് ശരിയാ, നവ്യേച്ചിക്കും നല്ല മാറ്റം തന്നെ ഉണ്ടായിരിക്കുന്നേ. പാവം. പക്ഷെ അതിനൊരു നല്ല ജീവിതം കിട്ടിയില്ലോ എന്ന് ഓർത്തിട്ടാ സമാധാനക്കേട്. അബിയുടെ സ്വഭാവം അറിയാലോ. ഇനി അത് മാറാൻ പോകുന്ന എനിക്ക് തോന്നില്ല. അബിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പോഴും ചേച്ചിനോട് സങ്കടപ്പെടുന്നുണ്ടെന്ന് പറയാം. സാരമില്ല, അവനെ മാറ്റിയെടുക്കണമെങ്കിൽ ഇച്ചിരി ചടങ്ങുള്ള കാര്യമാണ്. അവന്റെ സ്വഭാവം അറിയാലോ. ഈ കുടുംബത്തിലെ ആരുടെ സ്വഭാവം അവന് കിട്ടിയിട്ടില്ല. അവന് കിട്ടിയിരിക്കുന്ന അപ്പച്ചിയുടെ സ്വഭാവമാണ്. അപ്പച്ചിയാണെങ്കിൽ എവിടെ ആർക്കാ എന്താ പാര വെക്കണമെന്ന് കരുതിയിരിക്കുവാന്ന് പറയണം. ഈ സമയം അനാമിക വേണുവിന്റെ രേവതിനെ വിളിക്കണം. വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഉണ്ടാച്ചാ, അവൾ ആ നന്ദു ഉണ്ടല്ലോ, ആ നന്ദുവിനിട്ടൊരു പണി കൊടുക്കണമെന്ന് പറയാം. അത് ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞാ മോളെ. എങ്ങനെയെങ്കിലും അവൾക്കിട്ട് ഒരു പാര പണിയണം. അവൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം. ഇനി അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഈ വീട്ടിൽ വന്ന് അവളും അവളുടെ കൂട്ടുകാരും കൂടെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറയാം. ഇത് കേട്ട അനാമിക പറഞ്ഞു, എല്ലാ തവണത്തെ പോലെ ആവരുത്. അറിയാലോ അവൾക്കൊരു ആക്സിഡന്റ് എങ്കിലും വരുത്തണം. അങ്ങനെയാണ് പിന്നെ കുഴപ്പമില്ല. ഒരു ആക്സിഡന്റ് വരുത്തി അവളെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേരെ. അവളെ കൊന്നു കളയാതെ പിന്നെ ആ പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയാം. അത് ശരിയായിട്ടുള്ള കാര്യം. ഒരു കാര്യം ചെയ്യാം, മോള് ധൈര്യമായിട്ടിരുന്നോ. എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാന്ന് പറയണം. പിന്നീട് വേണു എന്ത് ചെയ്യണം, തനിക്കറിയാവുന്ന ഒരു ഗുണ്ടനെ വിളിക്കണം. ഗുണ്ടനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. പിന്നീട് നന്ദുന് ഫോട്ടോസൊക്കെ ഇട്ട് കൊടുക്കും. ഇതാണ് അവള്, അറിയാലോ. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർത്തേക്കണം. നിങ്ങൾ പറയുന്ന എമൗണ്ട് നിനക്ക് തരാനായിട്ട് പോന്നെ, അധികം വൈകിപ്പിക്കാൻ പാടില്ലെന്ന് പറയണം. ഇതെല്ലാം ഞങ്ങൾ ഏറ്റു. പിന്നെ പറഞ്ഞു തോക്കിയൊരു കുറവുണ്ടാവില്ല. കാര്യങ്ങൾ കഴിഞ്ഞുമ്പോൾ ഞങ്ങൾ വിളിച്ചേക്കാന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് അവന്മാരെന്ത് ചെയ്യണം, നന്ദു വരുന്ന വഴി നന്ദുവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഈ സമയം നന്ദു ഇതൊന്നോട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നന്ദു എന്ത് ചെയ്യാണ്, മാർക്കറ്റിലേക്ക് പോകണ സമയത്താണ് അവര് കാർ പാർക്ക് ചെയ്തിരുന്നത്. അപ്പൊ വരുന്ന വഴിക്ക് നന്ദുവിനെ ഇടിച്ചു തെറിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് അവന്മാര് കാത്തിരിക്കുന്നത്. അങ്ങനെ നന്ദു വണ്ടിയും കൊണ്ട് വരുവാണ്. വണ്ടിയും കൊണ്ട് വരുന്ന സമയത്ത് അവന്മാര് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാത്തിരിക്കുക. അങ്ങനെ തൊട്ടടുത്ത് എത്താറായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് ഫോൺ ബെല്ലടിക്കണം. നന്ദു നോക്കിയപ്പോ അനിയ. പെട്ടെന്ന് നന്ദു ആ സൈഡ് ചേർത്ത് നിർത്തി. സൈഡ് ചേർത്ത് നിർത്തിയിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. അനിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അനി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എന്തോ വെറുതെ ഇരുന്നപ്പോ എനിക്ക് നിന്നെ വിളിക്കാൻ തോന്നി, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയാം. അല്ല നീ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കാം. ഞാൻ പുറത്തുണ്ടെന്ന് പറയാം. അന്ന് അവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാന്ന് പറയണം. അപ്പൊ ഈ സമയത്ത് നന്ദുവിനെ ഇടിക്കാൻ വന്ന അവന്മാരുടെ ലക്ഷ്യങ്ങളെല്ലാം മാറിപ്പോയി. കാരണം അവന്മാർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. നന്ദു അവിടെ വണ്ടി മാറ്റിയിട്ട് നന്ദു അങ്ങോട്ട് മാറി നിന്നപ്പോഴത്തേനും അവന്മാർക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവന്മാരുടെ ആദ്യത്തെ പണി അങ്ങനെ പാളി പോവാണ്.
പിന്നീട് അനി വന്നു കഴിഞ്ഞപ്പോ തന്നെ നന്ദു അനിയും കൂടെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. ഈ സമയം അവന്മാർക്ക് മനസ്സിലായി ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന്. ഇനിയിപ്പോ ഇന്നത്തെ ദിവസം അവളെ ശരിയാക്കാൻ പറ്റില്ല. അനിയിപ്പം ഉണ്ടല്ലോ നാളെ നാളത്തഞ്ഞൊക്കെ ഉണ്ടല്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അവന്മാർ അങ്ങോട്ട് പോവാണ്. ഈ സമയം വേണു വിളിച്ചിട്ട് പറഞ്ഞു, ദേ എത്രയും പെട്ടെന്ന് തന്നെ കാര്യത്തിന് തീരുമാനമാക്കണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പ് അവളുടെ കാര്യത്തിൽ തീരുമാനമാക്കണം. അറിയാലോ പറഞ്ഞ എമൗണ്ടാ നിനക്ക് തരാനായിട്ട് പോകുന്നതെന്നൊക്കെ പറയാം. അത് സാറേ ഇന്ന് ഞങ്ങൾ അവളെ ശരിയാക്കിയാനും പക്ഷെ അതിനുള്ള ഒരു എല്ലാ സെറ്റപ്പും ഒത്തു വന്ന പക്ഷെ ആ കൃത്യ സമയത്ത് തന്നെ അവൾക്കൊരു ഫോൺ കോൾ വന്നു. പിന്നെ അവളെ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയണം. കുഴപ്പമില്ല സാറ് ധൈര്യമായിട്ടിരിക്കുക, അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയാം. അധിക ദിവസം ഞങ്ങളെന്താ അവൾക്ക് മാറിക്കഴിയാനൊന്നും പറ്റില്ല എന്ന് പറയണം. എത്രയാന്ന് പറഞ്ഞാലും എത്ര ഓടി ഒളിച്ചാലും അവളെ ഞങ്ങൾ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് വേണുവിന് വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് അബി എന്ത് ചെയ്യാണ്, രണ്ടും കൽപ്പിച്ച് ദേവേന്റെ അരിയിലേക്ക് വരുവാണ്. ദേവേന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ വെല്ലുമ്മ ഇത്രയും കാലം ഇവിടെ എല്ലാവരോടും ചോദിച്ചോണ്ട് നടന്നില്ലേ വെല്ലുമ്മയ്ക്ക് കരള് പാത്ത് നൽകിയത് ആരാന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ ദേവേനെ ചോദിച്ചു, അതെ അതാരാന്ന് ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനും ഞെട്ടലോടെ എഴുന്നേറ്റു. ദൈവമേ നയനയാന്നുള്ള കാര്യം ഇവൻ അറിഞ്ഞോ എന്നൊരു ചിന്തയായിരുന്നു. സത്യത്തിൽ അതാണല്ലോ. പിന്നീട് ദേവേനെ ചോദിച്ചു, അല്ല ആളാരാ എവിടെയെന്നൊക്കെ ചോദിക്കുക. അത് പിന്നെ ഇവിടെ ഒന്നുള്ള ആളല്ലെന്ന് പറയാണ്. ഞാൻ വല്യമ്മേനെ ഒരു ദിവസം കൊണ്ട് കാണിച്ചു തരാന്ന് പറയണം. വല്യമ്മ പക്ഷെ തൽക്കാലത്തേക്ക് ഈ കാര്യം ആരോടും പറയാൻ പാടില്ല. ആദർശേട്ടനാണെങ്കിലും ഇവിടുത്തെ വല്യച്ഛനോട് അവരോടൊന്നും പറയാൻ പാടില്ലെന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അവരൊന്നും വല്യമ്മയോട് പറയാതിരിക്കുമല്ലേ. അപ്പൊ ഞാനിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം, വല്യമ്മയോട് ആരും പറയാതിരിക്കുമല്ലോ എന്ന് ചോദിക്കും. ആ അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം വല്യമ്മേനെ ഞാൻ കൊണ്ടേ കാണിക്കാന്ന് പറയാം. ഇത് കേട്ടപ്പം ദേവേനെ പറഞ്ഞു, ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമൊരു കാര്യമാണ്. പിന്നെ അറിയാലോ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ടൊക്കെ വേണം പോവാനായിട്ട്. അത് മാത്രമല്ല ചെല്ലുമ്പോൾ കുറച്ച് പൈസയൊക്കെ നമ്മൾ കൊടുക്കണമെന്ന് പറയണം കാണാൻ പോകുന്ന സമയത്തെ. അതേക്കുറിച്ച് ഒന്നോർത്ത് നീ വിഷമിക്കണ്ട, നമുക്ക് എന്താച്ചാ വേണ്ടത് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ അഭി സന്തോഷത്തോടെ അങ്ങോട്ട് പോവാ. ഈ സമയം ദേവേനെ മനസ്സിൽ പറഞ്ഞു, ഓഹോ അപ്പൊ അവന്റെ നാടകം കൊള്ളാം, അവൻ പുതിയ അടവും തന്ത്രമായിട്ട് വന്നിരിക്കുക, ഇങ്ങനെ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് കരുതുകയാണ്. പിന്നീട് ദേവേനി നേരെ മുത്തശ്ശിയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. മുത്തശ്ശിയുടെ അരി ചെന്നപ്പത്തിനും മുത്തശ്ശി, എന്താ ദേവേനി നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നില്ല. അത് പിന്നെ അമ്മ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. എന്ത് കാര്യം? അത് എനിക്ക് കരള് പാത്ത് തന്ന പെൺകുട്ടിയില്ലേ അവൾ ആരാന്ന് ഞാൻ കണ്ടെത്തിന്ന് പറയണം. നീ എന്തൊക്കെയാ ദേവേനി പറയണേന്ന് നിൽക്കും. അതേമ്മേ അവൾ ആരാന്ന് ഞാൻ തിരിച്ചറിഞ്ഞെന്ന് പറയണം. അല്ല നിന്നോട് ആരാ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേന്ന് ചോദിക്കാം. ഇത് കേട്ടതെന്ന് പറഞ്ഞു, ഞാൻ ജയേട്ടനോടും ആദർശനോടും ഒക്കെ കുറെ ചോദിച്ചു, അവരൊന്നും അതിന് ഉത്തരം തന്നില്ല. പക്ഷെ ഇപ്പൊ എന്നോടൊന്ന് പറഞ്ഞ ആരാന്നറിയോ? അബിയാന്ന് പറയണേ. അബിയോ? അവനെ എങ്ങനെ അറിഞ്ഞു? അവനാ പറഞ്ഞ ആ പെൺകുട്ടിനെ ഒരു ദിവസം എന്നെ കൊണ്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അവളെ കാണാനായിട്ട് ഞാൻ പോകുന്നു പറയണ. അല്ല പെൺകുട്ടി എവിടെയുള്ളാന്ന് മറ്റേ പറഞ്ഞോ? ഇവിടെയൊന്നും അല്ലേ, ഇച്ചിരി ദൂരത്തിലാന്ന് പറഞ്ഞേ. കുഴപ്പമൊന്നുമില്ല അവളെ കൊണ്ട് കാണിക്കൂന്ന് പറയാം. ഇത് കേട്ടതും മുത്തശ്ശിക്ക് അപകടം എടുത്തു. ഓഹോ അപ്പൊ പുതിയ തന്ത്രമായിട്ട് അബി ഇറങ്ങിയിരിക്കുക. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, ദേവേനി നീ അവര് അതും ഇതൊന്നും പറയുന്ന കേട്ട് നീ വിശ്വസിക്കാനായിട്ട് പോവരുത്. ഈ പറയുന്ന അബി ആ പെൺകുട്ടിനെ കണ്ടിട്ടുണ്ടോന്ന് അറിയാവോന്ന് ചോദിക്കുക. അവൻ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചാന്ന് തോന്നേ. കണ്ടിരിക്കുന്ന ആൾക്കാരാരെന്നറിയാലോ, ജയനും ആദർശും അവരൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ അവൻ എന്തേലും പറഞ്ഞെന്ന് ഓർത്തോണ്ട് നീ അതൊക്കെ വിശ്വസിച്ചോന്ന് ചോദിക്കാം. അവിശ്വസിക്കേണ്ട കാര്യമില്ല അമ്മേ, അവന് കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യമാണ്. അവനെ എവിടുന്ന് അറിഞ്ഞ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ തിരക്കിയിട്ടില്ല. എന്തായാലും എനിക്ക് സന്തോഷമായി, ആ പെൺകുട്ടീനെ എനിക്ക് കാണാലോ. ആ ഒരു ആശ്വാസത്തില ഞാനെന്ന് പറയാം. അടുത്ത ദിവസം അവളെ കാണാനായിട്ട് പോകണം, അവൾക്ക് കുറച്ച് പൈസ വേണം കൊടുക്കണം, അങ്ങനെയൊക്കെ പറയണം. ഇത് കേട്ടപ്പം മുത്തശ്ശോ ദൈവം ആർക്കാണ് കൊണ്ട് കൊടുക്കാനായിട്ട് പോകുന്നത്? അർഹതയില്ലാത്തവരുടെ കൈകളിലേക്കാണ് പൈസ എത്താനായിട്ട് പോകുന്നത്. നയനമോളാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം ഇതുവരെയായിട്ട് ദേവേനിക്ക് അറിയത്തുമില്ല, പറയാനും പറ്റത്തില്ല. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ എന്നൊരു ചിന്ത മുത്തശ്ശിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി നയനെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. നയന വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി, മോളെ ഒരു കാര്യമുണ്ടെന്ന് പറയണേ. എന്താ മുത്തശ്ശി, എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. പിന്നീട് ദേവേനി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. ആകപ്പാടെ പ്രശ്നത്തിലായിരിക്കുക. ദേവേനി അഭി എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുക, കരള് ഭാഗത്ത് നൽകിയത് ആരാന്നൊക്കെ ഉള്ളത്. പക്ഷെ നീയാന്നുള്ള കാര്യം ഇപ്പോഴും ദേവേനിക്ക് അറിയില്ലോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടോ, അവൻ ദേവേനി ആരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പോലും അറിയത്തില്ല. ആ വകുപ്പില് കുറച്ച് പണവും സ്വർണവും ഒക്കെ മിക്കവാറും അവൻ അടിച്ചു മാറ്റാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയെങ്കിലും ദേവേനിയെ രക്ഷിച്ചാൽ മതിയാവളെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയന ചോദിച്ചു, എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ദേവേനെ അത് വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ എന്റെ പേരും പറഞ്ഞോണ്ട് ഇനിയിപ്പൊ ആരും കൂടുതൽ ആളാവണ്ട. അല്ല ഞാൻ ചെയ്ത ഇത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും വേണ്ട. കാരണം ഒരു കാരണവശാലും ഞാൻ എന്നെ സമ്മതിക്കത്തില്ല. ഇപ്പൊ തന്നെയാണെങ്കിലും അമ്മയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മയോട് അഭി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരില് അവന് എത്ര രൂപ വേണമെങ്കിലും അടിച്ചു മാറ്റാനായിരിക്കും. വല്യമ്മയാണെങ്കിൽ കൊടുക്കുകയും ചെയ്യുമല്ലോ അവന്റെ.
അവന്റെ വല്യമ്മയല്ലേ, അപ്പം കൊടുക്കാതിരിക്കത്തില്ലോ എന്ന് പറയണം. അമ്മയൊരു പാവമായതുകൊണ്ട് അമ്മേനെ പറ്റിച്ച് എത്ര രൂപ വേണമെങ്കിലും കൈക്കലാക്കാനായിട്ട് അവന്റെ ശ്രമം. ഇതൊരിക്കലും നടക്കില്ല മുത്തശ്ശി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. ഞാൻ അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവാന്ന് പറയണം. മോളെ അത് പ്രശ്നമാകത്തില്ല. എന്ത് പ്രശ്നം? നമ്മൾ ഇനി ഈ കള്ളത്തിനെ ഇങ്ങനെ സത്യം ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. സത്യം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളത്തരം കാണിച്ച് അഭി പലത് തന്ത്രങ്ങളും മെനയൂന്ന് പറയാം. അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയണം. പിന്നീട് രണ്ടും കൽപ്പിച്ച നയന എന്ത് ചെയ്യാണ്, ദേവേനയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ദേവേനെ അവിടെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. നയനെ കണ്ടു ചോദിച്ചു, എന്താന്ന് ചോദിക്കണം. അല്ല, അമ്മയ്ക്ക് കരള് പാത്ത് കളിക്കുന്നത് ആരാന്ന് അമ്മ അറിഞ്ഞോന്ന് ചോദിക്കുകയാണ്. അറിഞ്ഞു, ഒരു നല്ല പെൺകുട്ടി, അവൾ എനിക്ക് കരള് പാത്ത് തന്നു. അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. എന്നോട് അബിയ പറഞ്ഞത് എന്ന് പറയാണ്. അവൾ ആരാണെങ്കിലും നല്ലവളാന്ന് പറയണം. ഇത് കേട്ടപ്പത്തേനും നയന പറഞ്ഞു, എന്നിട്ട് അമ്മ അത് വിശ്വസിച്ചോന്ന് ചോദിക്കുക. എന്താ വിശ്വസിക്കാതിരിക്കാൻ പാകത്തിന്? എനിക്ക് കരള് പാത്ത് തന്ന പെൺകുട്ടിയല്ലേ അവള്, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അല്ലമ്മേ, അബി പറയുന്നൊന്നും ശരിയല്ലെന്ന് പറയണ. അത് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും അബി പറയുന്നത് ശരിയല്ലെന്ന്? ദേവേനയുടെ ഉള്ളിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ വായന തന്നെ നാവിൻ തന്നെ ആ സത്യം താൻ കേൾക്കണം. പക്ഷെ ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ല. ദേവേനിക്ക് അവളെ കൊണ്ട് പറയിക്കണമെന്നുണ്ടായിരുന്നു. എന്താ, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോന്ന് ചോദിക്കാം. ആ സമയം നായന് പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മ, ഞാൻ കാര്യം എന്താന്ന് പറ. അത് വേറെ ആരുമല്ല കരള് പാത്ത് നൽകിയത്, ഞാനാന്ന് പറയണേ. ഇത് കേട്ടൻ ദേവേനും ചിരിക്കാം. ദേ, വെറുതെ തമാശ പറയല്ലോ കേട്ടോന്ന് പറയാം. തമാശ അല്ലമ്മേ, സത്യമായിട്ട് പറഞ്ഞ. അല്ലെങ്കിൽ ആദർശനും ജയനോടും ഒക്കെ ചോദിക്കാൻ വേണ്ട. പിന്നെ അവരോടൊക്കെ ചോദിച്ചു പോലും. ദേവേന് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ്. നീ പറയുന്നതൊക്കെ ഞാൻ അങ്ങോട്ട് വിശ്വസിക്കണം അല്ലേന്ന് ചോദിക്കുകയാണ്. എന്താമ്മ അങ്ങനെ പറഞ്ഞേ? ഇത് ഞാൻ വിശ്വസിക്കില്ല, നീ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയേക്കുമല്ലേന്ന് ചോദിക്കണം. അല്ലമ്മേന്ന് പറയണം. വേണ്ട വേണ്ട, നീ കൂടുതൽ തന്ത്രമൊന്നും ഇറക്കണമെന്ന് പറഞ്ഞു ഒരു ഞെട്ടിലൊക്കെ അഭിനയിച്ച് ദേവേനെ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം നയനയ്ക്ക് മനസ്സിലായി അമ്മ തന്നെ വിശ്വസിക്കുന്നില്ലെന്ന്. നയന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ തെളിവുകളൊക്കെ കാണിച്ചാലിട്ട് അമ്മ വിശ്വസിക്കുമെന്ന് ചോദിക്കാം. ദേവേനിക്ക് മനസ്സിലായി ഇനി ഇവള് തെളിവുകളും വേണം തന്റെ മുന്നിൽ കൊണ്ട് ഹാജരാക്കുമെന്നുള്ള കാര്യം. അങ്ങനെ അവസാനം ദേവേനി ആ സത്യം തുറന്നു പറയാണ്. എനിക്കറിയായിരുന്നു നീയാണ് കള്ള് പത്ത് നൽകിയെന്നുള്ള സത്യങ്ങള് എനിക്കറിയായിരുന്നു പറയാണ്. അങ്ങനെ ദേവേനി നയനെ കെട്ടിപ്പിടിക്കണം. അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോന്നെ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.